ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പുതിയ ചാനലിലേക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഹാപ്പിയല്ലേ എല്ലാവരും? സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പേര് ജിബു. ഞാൻ കർമ്മ എന്നുള്ള ഡാൻസ് സ്കൂൾ നടത്തുകയാണ്. അവിടെ ഇങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. എൻ്റെ കുട്ടികളാണ് എൻ്റെ എല്ലാം. എൻ്റെ ലൈഫ് എന്ന് വെച്ചാൽ എൻ്റെ കുട്ടികൾ തന്നെയാണ്, എൻ്റെ സ്റ്റുഡൻസ്. അവർ തരുന്ന സന്തോഷവും അതൊക്കെ നമ്മുടെ മനസ്സിലുള്ള ദുഃഖങ്ങളെല്ലാം മാറ്റി സന്തോഷിക്കാനായിട്ട് ഇടതരുന്നുണ്ട്. ഇത് എൻ്റെ കോളേജിൽ പഠിച്ചപ്പോൾ പുസ്തകങ്ങളാണ്, ബുക്കുകൾ. ഞാൻ നോട്ടൊക്കെ എഴുതിയ ബുക്കുകളാണ്. ഞാൻ RLV കോളേജിലാണ് പഠിച്ചത്. തൃപ്പൂണിത്തറ ആർട്സ് കോളേജിലാണ് പഠിച്ചത്. ഈ RLV എന്ന് പറയുന്നത് രാധാലക്ഷ്മി വിലാസം എന്നാണ്. അപ്പം എൻ്റെ പേരിന് മുമ്പിൽ ഈ RLV കിടക്കുന്നത് എന്താണെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് കുറേ പേര്. അപ്പം RLV എന്ന് വെച്ചാൽ രാധാലക്ഷ്മി വിലാസം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇന്നെൻ്റെ തുടക്കം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. ഈശോയോട് പ്രാർത്ഥിച്ചു. നമ്മളെല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് നേരം പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും എപ്പോഴും ഭക്തി നിർഭരമായിട്ടിരിക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് എനിക്കറിയാം. പക്ഷേങ്കിൽ എൻ്റെ അഭിപ്രായം കേട്ടോ, നമ്മൾ കുറച്ച് സമാധാനം കിട്ടും നമ്മുടെ മനസ്സിൽ. നമ്മളുള്ള വിഷമങ്ങളൊക്കെ ഒന്ന് മാറാനായിട്ട് പ്രാർത്ഥന നല്ലതാണ്. ഞാനപ്പം മെഴുകുതിരിയൊക്കെ കത്തിച്ച് ദിവസത്തിൻ്റെ ആരംഭമല്ലേ, അപ്പം നമ്മൾ ദൈവത്തിങ്കിലേക്ക് അടുത്തിട്ട് ഒന്ന് പ്രാർത്ഥിച്ച്, ഇന്ന് സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാക്കണേ, വിഘ്നങ്ങളൊക്കെ മാറ്റിത്തരണമേ, അപകടങ്ങളൊന്നും ഉണ്ടാക്കരുതേ, എൻ്റെ അമ്മയെ കാത്തോണേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കേട്ടോ, നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ കുറേ പേരൊക്കെ എൻ്റെ ഷോർട്സൊക്കെ കാണാറുണ്ട്. അതിനൊക്കെ എനിക്ക് നിങ്ങളോടൊക്കെ നന്ദിയുണ്ട്. വീണ്ടും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വെറുതെ ഇറങ്ങി. അവിടെ നങ്ങ്യാർ വട്ടപ്പൂ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്. കുറേ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. എൻ്റെ വീടിൻ്റെ അവിടെ വലിയ പൂന്തോട്ടമൊന്നുമില്ല, എങ്കിലും ഉള്ള ചെടിയൊക്കെ നോക്കാറുണ്ട്. ഇതെൻ്റെ വീടാണ്. ഞാനെപ്പോഴും വീട്ടിലിരിക്കാറില്ല, അതിനുള്ള ടൈം കിട്ടാറില്ല. ഒന്നെങ്കിൽ ഈ സമയത്തൊന്നും ഞാൻ എഴുന്നേൽക്കാറേ ഇല്ല. കാരണം വൈകുന്നേരം വരെ ക്ലാസ്സൊക്കെ എടുത്തിട്ട് വന്ന് ക്ഷീണത്തിൽ കിടന്നുറങ്ങും. പിന്നെ രാവിലെ പിറ്റേ ദിവസം എഴുന്നേറ്റ് ക്ലാസ്സിന് പോവും. അങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടികൾ. അപ്പം വീട്ടിലിരിക്കാനുള്ള സമയം എനിക്ക് കിട്ടാറില്ല. പിന്നെ എനിക്ക് ആക്സിഡൻറ്റ് പറ്റി. ഒരാഴ്ച ഞാൻ കിടപ്പാണ്, ബെഡ് റെസ്റ്റാണ്. അങ്ങനെ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. ഇതെൻ്റെ വീടിൻ്റെ മുന്നിലുള്ള ചെടികളാണ്. ഇതൊക്കെ അങ്ങ് പോയി. നേരത്തെ അമ്മ നന്നായിട്ടൊക്കെ നോക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇവർക്കും കുറച്ച് വെള്ളമൊക്കെ കൊടുക്കാം, ഇവരും ദാഹിച്ചൊക്കെ നിൽക്കുന്ന ആൾക്കാരല്ലേ. അപ്പം ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു, എല്ലാവരും ഹാപ്പിയാക്കി. അവരും നമ്മളെപ്പോലെ വിശപ്പും ദാഹമൊക്കെ ഉള്ളവരല്ലേ. അപ്പം ഞാനും അവർക്ക് വെള്ളം കൊടുത്തു. അവരെനിക്ക് നന്ദിയൊക്കെ പറഞ്ഞു. അങ്ങനെ നന്നായിട്ട് പോകുന്നു. നേരത്തെ ഒരുപാട് ചെടികൾ അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല കേട്ടോ. നമുക്കിനിയും എൻ്റെ വീട്ടിലേക്ക് കയറാം. ഞാനിന്ന് അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. ഞാനിന്ന് കട്ടൻ കാപ്പി ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ്. എന്നും അമ്മയല്ലേ നമുക്ക് കാപ്പിയൊക്കെ ഇട്ട് തരുന്നത്. അതിൻ്റെ ഒരു വിഷമം നമ്മളുകൂടി അറിയണ്ടേ. ചെറിയ ഒരു സംഭവമാണെങ്കിലും ഒരു സന്തോഷമല്ലേ, വലിയ സന്തോഷം അവർക്ക്. അങ്ങനെ ഞാൻ അടുക്കളയിൽ കയറി കേട്ടോ. നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് തീ കൊളുത്താം. ഞാൻ തീ കൊളുത്തി. അപ്പോൾ നീല കളറിലെ തീ വന്നു. നല്ല ഭംഗിയില്ലേ, ഒരു നീല കളറിലെ ശംഖുപുഷ്പം പോലെ മനോഹരമായ ആ തീയിൽ ഞാൻ ഒരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നമ്മളങ്ങോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴും തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, കാണാൻ നല്ല ഭംഗിയില്ലേ. അങ്ങനെ ഞാൻ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം അങ്ങനെയാണ്. അപ്പം അമ്മയ്ക്കൊരു സന്തോഷമാകത്തില്ലേ, നമ്മളിങ്ങനെ കാപ്പിയൊക്കെ രാവിലെ കൊണ്ട് ഒരു ഗ്ലാസ് കൊടുക്കുക. ബോയ്സ് എല്ലാം ചെയ്യണം കേട്ടോ. ഇടയ്ക്കൊക്കെ അമ്മമാർക്ക് കാപ്പിയും ചായയൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതാണ്. ഞാനിന്ന് എടുത്തിരിക്കുന്നത് കട്ടൻ കാപ്പിയാണ്. പാല് ഉള്ളൊരു പാല് ചെയ്യുന്നതിനും തേയില ഇട്ട് ചെയ്താലും മതി. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് കട്ടൻ കാപ്പിയാണ് രാവിലെ കുടിക്കാനിഷ്ടം. അതുകൊണ്ട് ഞാൻ കട്ടൻ കാപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഞാനിങ്ങനെ ചിന്തിച്ചപ്പം എനിക്ക് രാവിലെ തോന്നിയൊരു ഐഡിയയാണ്. അപ്പം ഞാനിങ്ങനെ തിളയ്ക്കുന്നുണ്ടോ എന്നിങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ.
കുറച്ച് സമയം ഇരിക്കണം, കുറച്ച് ക്ഷമയൊക്കെ വേണം, ഒത്തിരി സമയം വേണ്ട എന്നാലും. അപ്പം തീ ഇങ്ങനെ നന്നായിട്ട് കത്തുന്നുണ്ട്. വെള്ളം തിളയ്ക്കാറായെന്ന് എനിക്ക് തോന്നുന്നു. ഇത് അമ്മ ഉണ്ടാക്കിയ അമ്മയുടെ കരവിരുതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ബിയർ കുപ്പിക്കകത്ത് ഒരു മണി പ്ലാന്റ് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ, നീല കളറിലെ കുപ്പിയിൽ വെച്ചത്. എന്നിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്, വെള്ളം തിളയ്ക്കുന്നുണ്ടോ നോക്കി. അപ്പം ഞാനൊരു തവി എടുത്തു, വെള്ളം ഇളക്കി കൊടുക്കണ്ടേ, അതിന് ഞാൻ തവി എടുത്തു, 2 സ്പൂൺ എടുത്തു. സ്പൂണിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ദേ വെള്ളം തിളച്ച് വന്ന് നല്ല ബബിൾസ് പൊങ്ങി വരുന്നുണ്ട്, നല്ല ഭംഗിയായിട്ട് നമ്മുടെ മനസ്സ് അപ്പം ഈ ബബിൾസ് പോലെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. വെള്ളം തിളച്ച് കഴിയുമ്പം നമ്മൾ കാപ്പിപ്പൊടി അത് ആവശ്യത്തിന് നമ്മൾ യൂസ് ചെയ്യണം. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല, ചിലർക്ക് കടുപ്പം വേണം, ചിലർക്ക് ഒരുപാട് കടുപ്പമാകാൻ പാടില്ല. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ പായസം ഇളക്കേണ്ട പോലെ ഇളക്കേണ്ട കാര്യമില്ല, പക്ഷെ ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് നല്ലൊരു രസം തോന്നി, ഞാനങ്ങ് ഇളക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ്. അപ്പം എനിക്ക് ഇത്രയും കടുപ്പം മതി എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ അത്രയും കാപ്പിപ്പൊടി ഇട്ടുള്ളൂ. അധികം വെള്ളമില്ല, എനിക്കും അമ്മയ്ക്കും ഉള്ള അത്രയുള്ള കാപ്പി ഉള്ളൂ. ഞാനിതിൽ ഇപ്പോൾ പഞ്ചസാര ഞാനിപ്പോൾ ഇടുന്നില്ല. പഞ്ചസാര ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗ്ലാസ്സിലേക്ക് പകർത്തിയതിന് ശേഷം പഞ്ചസാര ഇട്ടാൽ മതിയായിരിക്കും. അതാകുമ്പം നമുക്ക് ഇത് മിച്ചം വന്നാലും വേസ്റ്റായി പോകത്തില്ല. അപ്പം ഗ്ലാസ്സിലൊഴിച്ച് നമുക്ക് ആവശ്യാനുസരണം എടുക്കുമ്പം പഞ്ചസാര ഇട്ട് കുടിക്കുന്ന കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ നമ്മുടെ അടുപ്പ് ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഗ്ലാസ് എടുത്തു. നല്ല 2 കുപ്പി ഗ്ലാസ്സാണ്, അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. 2 ലൈറ്റ് കത്തി നിൽക്കുന്ന പോലെ തോന്നുന്നത്. ഞാനതിലേക്ക് ഉണ്ടാക്കിയ കാപ്പി ഒഴിക്കുകയാണ്, കട്ടൻ കാപ്പി ഒഴിക്കുക. നല്ല ചൂടാണിത്, ആവിയൊക്കെ പറക്കുന്നുണ്ട്. നല്ല ഡിസൈൻ പോലെ ചുറ്റിനും ഇങ്ങനെ ബബിൾസ് പോലെ വന്നിട്ടുണ്ട്. എനിക്കും അമ്മയ്ക്കും ഉള്ളത് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ചേച്ചിയുടെ മക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവന്മാർക്ക് ഇപ്പോൾ എഴുന്നേൽക്കത്തില്ല, അതുകൊണ്ട് ഞാൻ അവന്മാർക്ക് കൂട്ടി ഉണ്ടാക്കിയില്ല. അതിനുശേഷം ഞാൻ ഒരു അടപ്പെടുത്തിട്ട് നമ്മുടെ ഈ കാപ്പി അങ്ങ് മിച്ചം വന്ന് അങ്ങ് അടച്ചു വെക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ നേരെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. ബാക്ക് ഗൈസ്, അമ്മയ്ക്ക് നമുക്ക് കാപ്പി കൊടുക്കാം. അമ്മ വളരെയധികം സർപ്രൈസ്ഡ് ആയി കേട്ടോ. ഞാൻ കാപ്പി കൊണ്ട് കൊടുത്തപ്പം അമ്മയ്ക്ക് സന്തോഷമായി. അമ്മ ഇന്നലെ ഇവിടെയാണ് കിടന്നത്. പിന്നെ ഞാൻ അടുക്കളയിൽ വന്നു, എൻ്റെ കാപ്പി എടുക്കാനുള്ള ശ്രമത്തിലാണ്. ഞാൻ വന്നിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ച കാപ്പി എടുത്തു. ഇനി ഞാനിതൊന്ന് കുടിക്കട്ടെ ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ കാപ്പി ഉണ്ടാക്കിയ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അങ്ങനെ അടിപൊളി ഒരു കാപ്പി, നല്ല അധികം കടുപ്പമില്ലാതെ എന്നാൽ കടുപ്പമുണ്ട്, അധികം മധുരമില്ലാതെ എന്നാൽ മധുരമുണ്ട്. അങ്ങനെ ഒരു നല്ല കാപ്പി എനിക്ക് അമ്മയ്ക്ക് വെച്ച് കൊടുക്കാൻ പറ്റി. താങ്ക് യു ഗൈസ്.